പൊന്നും പെണ്ണും സുരക്ഷിതമായി ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, ഈ പട്ടാളം രാഘവന്റെ കയ്യിൽ പൊന്നിന്റെ അവകാശം ഞങ്ങളാ. അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഗൗതമനെ കൊന്ന നിന്നോട് ദൈവം പൊറുക്കുന്ന കരുതിയോടാ പട്ടി. എവിടെ ഞങ്ങളുടെ സുമതി? അർഹതപ്പെട്ടവരുടെ കയ്യിൽ അവളും സുരക്ഷിതയാ. Once on demand, sin, always on demand. For joining, call 9508080808. മക്കളെ കട്ടൻ കാപ്പി. എന്താ കട്ടൻ കാപ്പിയാക്കിയത്? ഹോർലിക്സും ബൂസ്റ്റും ബോൺവിറ്റും ഒന്നും ഇനി വേണ്ടെന്ന് വെച്ചോ? ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കത് മതി. ഇരിക്കൂ. ഇങ്ങനൊരു പൊതുമാപ്പുകാരൻ ആ വീട്ടിലുള്ളത് തനിക്ക് ഉപകാരമായി. സത്യാവസ്ഥയൊക്കെ സുമതി അറിഞ്ഞു, എന്നിട്ടും അവള് ഞെട്ടിയില്ല, തന്നെ വെറുക്കൊന്നുമില്ല. സത്യമാണ് ഈ പറയുന്നത്. അവളെ എന്നെ ഇങ്ങോട്ട് അയച്ചത്. തന്റെ കൂടെ ഇറങ്ങി വരാൻ അവൾ ഇപ്പോഴും തയ്യാറാ, അമ്മയുടെ അനുഗ്രഹത്തോടെ. എന്താടാ നോക്കി നിൽക്കണത്? പോയി അവളെ വിളിച്ചോണ്ട് വാടാ. ഇത്രമാത്രം വെറുക്കാൻ കുഷ്ഠരോഗിയൊന്നല്ലല്ലോ നീ. അതിനെ പോറ്റാനുള്ള ആരോഗ്യം ഇല്ലേ നിനക്ക്? വായ കീറിയ ദൈവം വഴി ഉണ്ടാക്കുമെന്നാ. പോയി വിളിച്ചോണ്ട് വാടാ അതിനെ. കടിച്ചു കയറിക്കൊണ്ടുള്ളതാണെങ്കിലും ഈ കടാക്ഷം അത് മതി, അത് മാത്രം മതി എനിക്ക്. ഇഷ്ടപ്പെട്ടവരെ ചീത്ത പറയാതെ ഈ ഭ്രാന്തി തള്ളയ്ക്ക് അറിയുള്ളൂ മോനെ. അങ്ങനൊരു ജന്മായി പോയി. ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ എന്താ നിങ്ങക്ക് വേണ്ടത്? നിന്റെ ചോര. ചോരേ? അതേടാ, മര്യാദയ്ക്ക് കടം വാങ്ങിയ കാശ് തന്നില്ലെങ്കിൽ നിന്റെ ചോര ഞാനിന്ന് കുടിക്കും. എടാ, ഗൾഫിൽ പോയിട്ട് അയക്കാമെന്ന് പറഞ്ഞില്ലടാ നീ എന്നോട് കടം മേടിച്ചത്? അതെ. അതിന് വിസ ഇല്ലാതെ എങ്ങനെ ഗൾഫിൽ പോകുന്നാ പറയുന്നവൻ? എനിക്ക് പലിശ വേണ്ട, പക്ഷെ എന്റെ മുതലെങ്കിലും കിട്ടിയാ മതി. അതിനിങ്ങനെ ഓടിച്ചിട്ടാൽ എങ്ങനെ ശരിയാവണത്? താൻ ഓടിയതുകൊണ്ടല്ലേ ഞങ്ങൾ ഓടിയത്. അയ്യേ, നിങ്ങൾ ഓടിച്ചിട്ടല്ലേ ഞാൻ ഓടിയത്. വിട്ടെ. നിങ്ങൾക്ക് തരാനുള്ള പൈസ എണ്ണി തിട്ടപ്പെടുത്തി കവറിലിട്ട് അഡ്രസ്സും പോസ്റ്റ് ബോക്സും നമ്പർ എഴുതി എന്റെ കൂട്ടാൻ ഏൽപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. ഒരുമാതിരി കൊടിച്ചിപ്പട്ടിയിൽ ഓടിച്ചിട്ട് പോലെ ഓടിച്ചിട്ടല്ലേ എങ്ങനെ ശരിയാവുന്നത്? വാ, ഞാൻ വാങ്ങിച്ചു തരാം. വാ. തന്റെ സൂത്രം വിലപ്പോവില്ല. അത് പണ്ടേ പോയി. എന്ത് മൂത്രം വാങ്ങിച്ച കാശ് തിരിച്ചു തന്നില്ലെങ്കിലോ? ദൈവം ചെയ്ത് ആരും ബഹളം വയ്ക്കരുത്. എന്റെ മാനം പോവും. താറ് വിളിക്കുന്നുണ്ട്, ഞാൻ നോക്കിട്ട് വരാം. ഒന്ന് മാറിയേ. നീ ആ ക്യാഷ് 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 ഇത് ക്യാഷ്. ഇതും ക്യാഷ്. ക്യാഷ് ക്യാഷ്. എന്റെ ഉത്തമ, എങ്ങനെയെങ്കിലും നീ എന്നൊന്ന് രക്ഷിക്കണം. എന്റെ ചോര കുടിക്കാൻ നടക്കുന്ന ഡ്രാക്കുളകളാണ് അവര്. നിന്റെ ചോരല്ലാണ് അവർക്ക് വേണ്ടു. എന്നെ മുഴുവനായിട്ട് മിണുങ്ങാൻ അവര് വന്നേക്കാ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഉത്തമ, ഒരു പ്ലേ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് കവറിലിട്ട് പിൻകോഡ് എഴുതിയ ആ സാറാണ് ഇത്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ക്യാഷ് അവിടെ ഇരിക്കണ്ട്, നിക്കണ്ട്. ഇന്ന് കാശ് വാങ്ങാനുള്ള പ്രശ്നമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ക്യാഷിന്റെ കാര്യം ഓക്കെ, പറഞ്ഞ പാർട്ടി എത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാരും ഹാപ്പിയാണല്ലോ? നിങ്ങൾ എല്ലാരും ഹാപ്പിയാണല്ലോ? ഞങ്ങൾ ഹാപ്പി. പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ആവശ്യം. നമുക്ക് ഹാപ്പി ആവാം. ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് ക്യാഷിന്റെ കാര്യമൊക്കെ പാലടിച്ചിട്ട് സംസാരിക്കണമല്ലോ. എന്റെ അമ്മേ, സുമതിയുടെ അമ്മയും സമ്മതിച്ചടാ. നിങ്ങൾ നോക്കിക്കോ, പിന്നാമ്പുറത്തൂടെ അല്ല മുന്നാമ്പുറത്തൂടെ തന്നെ ഞാൻ അവളെ വിളിച്ചോണ്ട് പോകും. ഞങ്ങൾക്ക് മേഡം എടാ, കടം വാങ്ങിയ കൊലവിളിന്ന് ഓടി രക്ഷപ്പെട്ടു മതിയൊക്കെ കാരണക്കാരൻ. ഞങ്ങൾക്കിപ്പോ ഗൾഫും ഇല്ല, നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാ. നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം. എല്ലാ കടവും ഞാൻ വീട്ടും. പൊതുമാപ്പ് കിട്ടി വന്നാൽ അവിടെ നിന്ന് വീട്ടാനാ നേരനെട്ടാ. അതിലൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? കടം തന്നവർ നാടുനില ഓടിച്ചിട്ട് തല്ലിയാണ് ഞങ്ങളെ. അവരോട് എന്ത് സമാധാനം പറയും? ഒക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ. എല്ലാ പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളെ വിളിക്കണം. എന്നിട്ട് അമ്മാവന്മാരുടെ കണ്ണും വെട്ടിച്ച്
എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടണം. നിങ്ങൾ കൂട്ടുകാരാണ് എന്റെ ആത്മബലം. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്നെ കൈവടിയരുത്, പ്ലീസ് പ്ലീസ്. ഞാനത് എങ്ങനെ പറയാന്നുള്ളൊരു ടെൻഷൻ പുറത്തല്ല. സുമതി വിളിക്കടാ. വിളിക്കാൻ ഇല്ലടാ പറയാ. സുമതി അനുവദിച്ച് 24 മണിക്കൂർ സമയം കഴിഞ്ഞു. ഉഗ്രമൂർത്തി അവതരിച്ചു തന്നെ നിഗ്രഹിക്കാൻ. ആരാടാ അവരൊക്കെ? കുട്ടിരാമ, നീ ഏതാണ്ടൊക്കെ ഞങ്ങളിൽ നിന്ന് ഒളിക്കണ്ട്. എന്തിനാണ് ഒരു പോലീസ് വണ്ടി കൊണ്ട് പോടിയേ? പറയടാ. എന്താ ഇതൊക്കെ? നിങ്ങളിൽ നിന്നും ഇനി ഞാൻ ഒന്നും വിളിക്കുന്നില്ല. ഗൗതമന്റെ കൊലയാളികളാ അവര്. അവർക്ക് എന്നെയും വേണം. എന്തിന്? പലതും വെട്ടിപ്പിടിക്കാൻ ഗൾഫിലേക്ക് പോയ ഞാൻ ഒടുവിൽ ഒന്നുമാകാതെ ഒരു പൊതുമാപ്പുകാരനായി ബോംബെയിലെത്തി. ആ അവസ്ഥയിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ എന്റെ മനസ്സനുവദിച്ചില്ല. ബോംബെയിൽ ഞാനൊരു ഹോട്ടൽ മുറിയെടുത്തു. ആത്മഹത്യയായിരുന്നു എന്റെ ഉദ്ദേശം. എവിടായിരുന്നു ഇതുവരെ? ഇത് നേരെ എന്താ അത്? സ്വർണം, നിറയെ സ്വർണ്ണ കട്ടികൾ. സ്വർണ്ണ കിട്ടിയോ? ഗൾഫിൽ നിന്ന് ഞാൻ ഒരു സ്മഗളർ ഗ്യാങ്ങിന്റെ ക്യാരിയറായി. അടയാളമായി അവരെന്നെ ധരിപ്പിച്ച ഡ്രസ്സ് ഫ്ലൈറ്റിൽ വെച്ച് ഞാൻ മാറി. എയർപോർട്ടിൽ നിന്നും അവരുടെ സംഘത്തെ വെട്ടിച്ച ഞാനിപ്പോ വരുന്നത്. എന്തിനാടാ ഇതൊക്കെ? ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നമ്മളെ ഏജന്റ് പറ്റിച്ചില്ലേ? സ്പോൺസർ ചീറ്റ് ചെയ്തില്ലേ? ഒടുവിൽ ആ ഗുജറാത്തി മാർവാടി. നിയമത്തെ വെട്ടിച്ചവർ കോടികൾ സമ്പാദിക്കുന്നു. അതിലൊരു ചെറിയ പങ്ക് നമ്മളും. അങ്ങനെ ഒരു സമ്പാദ്യം നമുക്ക് വേണ്ടതാ. വേണം. എടാ, എനിക്കും എന്റെ പെങ്ങൾക്കും വേണ്ടിയല്ലേ നീ കൂടി ഈ ഗതിയിലായിരുന്നു. ഊമയായ എന്റെ പെങ്ങളിന്ന് സുമംഗലിയാണ്. അതിന് കാരണക്കാരനായ നീയോ? അതൊക്കെ ദൈവനിശ്ചയ. ഇത് ഒരു ദൈവനിശ്ചയം കരുതിയാൽ മതി. സുരക്ഷിതമായി നീ ഇത് നാട്ടിലെത്തിക്കണം. എങ്ങനെയെങ്കിലും അവരെ വെട്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടോളാം. എനിക്കെന്തോ പേടി തോന്നുന്നു. പേടിക്കരുത്, നിന്റെ മനസ്സെനിക്കറിയാം. എടാ, മോഹിച്ച പെണ്ണെ നിനക്ക് സ്വന്തമാക്കണ്ടേ? വേണ്ടേ? അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഗുഡ് ബൈ. എനിക്ക് പോകണം. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഗൗതമന് പറ്റിയില്ല. ഗൗതമൻ എന്നെ ഏൽപ്പിച്ച സ്വർണത്തിനാ അവരിപ്പോ വന്നിരിക്കുന്നത്. കുട്ടിരാമ, പടച്ചോനാണ് നീ ഇത് കൊടുത്തേക്കരുത്. അതെ, ആരൊക്കെയോ നിങ്ങളെ പറ്റിച്ചു, നിങ്ങൾ അവരെയും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. സത്യത്തിൽ പുതുമാപ്പുകാരനായിട്ടും ഇവ കളിച്ചന്റെ കുട്ടൻ ചിപ്പിള പിടിയിട്ടു. അതെ കുട്ടിരാമ, ഇനി ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ആ പൊന്നുകൊണ്ട് നീ ഈ പെണ്ണിനോടൊപ്പം സുഭിക്ഷമായിട്ട് ജീവിക്കണം. ഒപ്പം ഞങ്ങളും. അതെ. അതിലൊരു വിഹിതം എങ്ങനെയെങ്കിലും ഗൗതമന്റെ കുടുംബത്തിലും എത്തിക്കണം. ശരിയാ. പക്ഷേ അങ്ങനെ ഒരു സമ്പാദ്യം കൊണ്ട് എന്നെ പോറ്റണ്ട. സുമതി, ഗൗതമിന് പറ്റിയ ദുരന്തം സ്വയം ഏറ്റുവാങ്ങണോ? പൊന്നും പണവും ഒന്നുമല്ല, മനസ്സമാധാനം എനിക്ക് വേണ്ടത്. ദയവായത് പോലീസിൽ ഏൽപ്പിക്കണം. ആർക്കില്ലാണ്ടാക്കണോ? ഇതിപ്പോ കുറുക്കന്റെ കയ്യിൽ കരയാമേ കിട്ടിയ പോലെ. പിന്നെ ഗൾഫുകാരനെയല്ല, ആ പഴയ ടൈലർ കുട്ടിരാമനെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ആ സ്വർണം പോലീസിൽ ഏൽപ്പിച്ച് എന്നെ വന്ന് വിളിക്കുന്നുവോ അന്ന് ഞാൻ കൂടെ വരാം. പേടിച്ചിട്ടാ നീ അത് പ്രശ്നമാക്കണം. ദയവായിട്ട് കൈ കൊണ്ടുവന്നാ അതുകൊണ്ട് കാക്കിക്കാരന്റെ പോക്കറ്റ് ഇട്ട് കൊടുക്കണോ? അവളെ സ്വന്തമാക്കാൻ വേണ്ടിയാ ഞാൻ എല്ലാ സർക്കസും കളിച്ചത്. അവൾക്കത് ഇഷ്ടമില്ലെങ്കിൽ എനിക്കത് വേണ്ട. നമുക്കത് പോലീസിൽ ഏൽപ്പിക്കാടാ. അല്ല, അത് പോലീസ് ഉണ്ടാണ്ട് ഇവന്റെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. നീ വാ.
വരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? എന്താ എന്തു പറ്റി? ആരൊക്കെ വന്ന് ചേട്ടന്മാരെ പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോയോ? ഈ എഴുത്തും തന്നിട്ട് അവര് കൊണ്ടുപോയത്. എഴുത്തോ? നീ അത് പൊട്ടിച്ചു ചോദിച്ചേ. അളിയന്മാർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗൗതമൻ ഏൽപ്പിച്ച പെട്ടിയുമായി സുൽത്താൻ കോട്ടയിലെത്തിയാൽ ജീവനോടെ വിട്ടുതരാം. മറിച്ച് പെട്ടി പോലീസിൽ ഏൽപ്പിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്ക്. പോലീസ് ഏൽപ്പിച്ചാൽ അവർ അളിയന്മാരെ തട്ടും. വെറുതെ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് നാട്ടുകാരെ കൂടി അറിയിക്കണ്ട. ചേച്ചി സമാധാനപ്പെടുക. ഇതാണ് നിനക്ക് ഒത്തു കിട്ടിയ സൂപ്പർ ചാൻസ്. എന്ത് ചാൻസ്? എടാ നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാറകളായിരുന്നില്ല നിന്റെ അളിയന്മാര്. അതുകൊണ്ട് നിന്റെ അളിയന്മാരെ അവന്മാരെ തട്ടിയാൽ അതോടെ അളിയന്മാരെ ശല്യം തീർന്നല്ലോ. അതെ, നീ തീരുമാനിച്ച പോലെ ബാഗ് നമ്മൾ പോലീസിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എങ്ങനെയെങ്കിലും അളിയന്മാരെ രക്ഷിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും. ഞാൻ ആലോചിച്ചിട്ടേ നിന്റെ കാമുകിനെ പ്രീതിപ്പെടുത്താനും നിന്റെ അളിയന്മാരെ രക്ഷപ്പെടുത്താനും ഒരൊറ്റ മാർഗ്ഗേ കാണുന്നുള്ളൂ. എന്ത് മാർഗം? വീണ്ടും കയ്യാങ്കളിപ്പട. എന്താ വേണ്ടേ? ശബ്ദിക്കരുത്. ശബ്ദിച്ച കൊന്നുകളയും. നിങ്ങൾ അകത്ത് പോയിക്കോ, ഇവരെ ഞാൻ നോക്കിക്കോളാം. ഞങ്ങൾ സുമതിയെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. അയ്യോ, നിങ്ങൾക്കൂല്ലേ അമ്മ പെങ്ങന്മാര്? ഉണ്ട്, അവരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. പ്രായപൂർത്തിയായ പെണ്ണിന് നേരെ തോക്ക് ചൂണ്ടി വൃത്തികേട് കാണിക്കാൻ ലജ്ജയില്ലേ നിങ്ങൾക്ക്? ലഗ്നിക്കാൻ വേണ്ട വൃത്തികേടൊന്നുമില്ല. ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാ. അതെന്താ കിഡ്നാപ്പ്? നമ്മുടെ സുമതിയുടെ കിഡ്നി തട്ടിക്കൊണ്ടുപോകുന്നതല്ല. ഞങ്ങൾ സുമതിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. പരിചയമുള്ള ശബ്ദം എനിക്ക് തോന്നുന്നു. സത്യം പറ, നിങ്ങൾ കുട്ടിരാമന്റെ കൂട്ടുകാരല്ല? അതെ അതെ. എന്നാ അതെ, ഇതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്നു. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. സുമതിയെ കട്ടുകൊണ്ടൊന്നും പോകണ്ട, ഞങ്ങൾ തന്നെ വിളിച്ചിറക്കി തരാം. പിന്നെ ഒരു കാര്യം, അവളുടെ അമ്മാവന്മാരെന്ന നിലയ്ക്ക് ഞങ്ങൾ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ആ പാറ വക്കീൽ അറിയരുത്. അതുകൊണ്ടല്ല ഇതൊക്കെ ഇട്ടേക്കുന്നത്. വാ, 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 വാ. ഇങ്ങോട്ട് വന്നേ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഊരപ്പറമ്പിലായിരിക്കും. ചോക്കിന്റെ മുമ്പിൽ ചെന്ന് തിരവളയാടരുത്. നിറത്തോക്കാണ് പൊട്ടും. ഇത് തോന്നിയാസം കാണിക്കുന്നു. നാളെ രാവിലെ സുൽത്താൻ കോട്ടയിൽ വെച്ച് സുമതിയുടെയും കുട്ടിരാമന്റെയും വിവാഹം നടക്കും. തടുക്കാൻ ചങ്കൂറ്റുള്ളവർ തടുത്തോ? നടക്ക്. അവനാ ഇതിന്റെ പുറകിലല്ലേ? ഇല്ല, നടത്തിക്കില്ല. ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല. അവന്റെ ആൾക്കാരാ, ഇവരാണ് ഞങ്ങൾ തന്നെ. ഓഹോ, ആ പെരട്ട വക്കീൽ എന്തിനാ വരുന്നത്? നമ്മുടെ മരണമൊഴി എഴുതിയെടുക്കാനാ. തന്ത്രപരമായിട്ടാണ് അവൻ കളിക്കുന്നത്. എവരാ ഞങ്ങളുടെ പെണ്ണ്? പെണ്ണോ? എവിടെ ഞങ്ങളുടെ പൊന്ന്? പൊന്നോ? അവസാനമായി ഒരു അവസരം കൂടി തരാം. 10 എണ്ണുമ്പോഴേക്കും ആ പെട്ടി ഞങ്ങളുടെ കൈ തന്നില്ലെങ്കിൽ ഇവരെ ഞങ്ങൾ തട്ടും. ഓഹോ, എല്ലാരും കൂടെ ചെയ്ത് നാടകം കളിക്കുകയാണല്ലേ? ഞങ്ങളുടെ പെണ്ണിനെ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഇവന്മാരെ ഞങ്ങൾ തട്ടും. നിങ്ങൾ ആരാ? കയ്യാങ്കളിപ്പടയോ? അതെ, കുട്ടിരാമന്റെ പട. എവിടാ ഞങ്ങളുടെ പൊന്ന്? ഞങ്ങളുടെ പെണ്ണ് വിടറാ.
പൊന്നും പെണ്ണും സുരക്ഷിതമായി ഞങ്ങൾ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, ഈ പട്ടാളം രാഘവന്റെ കയ്യിൽ ഒന്നിന്റെ അവകാശം ഞങ്ങളാ. അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ഗൗതമനെ കൊന്ന നിന്നോട് ദൈവം പൊറുക്കുന്ന കരുതിയോടാ പട്ടി. എവിടെ ഞങ്ങളുടെ സുമതി? അർഹതപ്പെട്ടവരുടെ കയ്യിൽ അവളും സുരക്ഷിതയാ. എടാ വക്കീലെ, നായ്ക്കോലം കെട്ടിയവനാണ് ഞാൻ. കുറയ്ക്കാൻ മാത്രമല്ല കടിക്കാൻ അറിയാം. ചേട്ടാ, മിണ്ടിപ്പോരുത് എന്നോട്. ഒളിച്ചോടിയതോ തട്ടിക്കൊണ്ടുപോയതല്ല. ഞങ്ങൾ അമ്മമാരെ അനുഗ്രഹിച്ചയച്ചാണ് അവളെ. എന്തോ പണത്തിനോടുള്ള അത്യാഗ്രഹം ആർക്കും നല്ലതല്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. കെട്ടിച്ചു വിട്ട പെണ്ണിന്റെ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. അയ്യോ, എന്ത് തല്ലി എല്ലാം മംഗളമായി. പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം മാത്രം അബദ്ധാളത്തിലായി. എന്നാലും നീ ആ പൊന്നെല്ലാം പോലീസിനെ ഏൽപ്പിക്കണ്ടായിരുന്നു. എടാ, നിങ്ങളൊന്നും പേടിക്കണ്ട. നമുക്ക് വേണ്ട സാധനം ഞാൻ ഒതുക്കിണ്ട്. ഹലോ, ആ ഉളിത്തങ്ക പ്രൊപ്പറേറ്റർ തങ്കു സ്പീക്കിംഗ്. മോൾക്ക് വെടിവെച്ച് കളിക്കാൻ സമയം സാരില്ല കേട്ടോ. ഇത് മോളുടെ അച്ഛന്റെ വെടിയല്ലേ?